റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 68ാമത്തെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ നമ്മൾ ഒരു കസ്റ്റം സ്റ്റെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റെയർ എടുത്ത് വരയ്ക്കുമ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതെങ്ങനെ പ്രോപ്പറായിട്ട് വരയ്ക്കാം, അതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വീഡിയോയുടെ നോക്കുമ്പോൾ നമ്മുടേതായ രീതിയിൽ ഒരു സ്റ്റെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നിട്ടുണ്ട്. ആർക്കിടെക്ചറിൽ സ്റ്റെയർ എടുക്കുക. അപ്പോൾ എനിക്കിവിടെ ക്രിയേറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ടൂള് ചൂസ് ചെയ്യണം. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് പല ഷേപ്പിലും വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് എടുത്തേക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു പാത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, പാത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ റിവിറ്റ് പറയുന്നുണ്ട്, ഇവിടെ 22 സ്റ്റെയർ മാത്രമേ വരയ്ക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 22 സ്റ്റെപ്പ് മാത്രമേ വരയ്ക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഈ ലെവൽ 1 മുതൽ ലെവൽ 2 വരെയുള്ള ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് റിവിറ്റ് ആ ഒരു കാൽക്കുലേഷനിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ടോട്ടൽ ലെങ്ത് എത്ര വേണമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ കിട്ടും? അത് നമുക്കറിയാം. ഇപ്പം സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ബോക്സിനുള്ളിൽ ഇവിടെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 22 സ്റ്റെപ്പ് വരും. അതിൽ റൈസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 181.8 ആണ് അതിൻ്റെ ഒരു റൈസറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ത്രെഡ് സൈസ് എന്ന് പറയുന്നത് 250 mm ആണ്. അപ്പോൾ 250 mm ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 250 mm ഇൻറ്റു 22 എന്ന് പറയുമ്പോഴേക്കും ഒരു ചെറിയൊരു റൈസറും കൂടെ മുകളിലേക്ക് വരും. നമുക്ക് 21 വരച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ 250 ഇൻറ്റു 21. ഓക്കെ, ഞാൻ നേരെ ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ലൈൻ സെലക്ട് ചെയ്തു. ഞാൻ ഇനി ഒരു പാത്ത് കാണിച്ചു കൊടുക്കാം. പാത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, 250 ഇൻറ്റു 11 ആണ്. അങ്ങനെ വരുമ്പോഴേക്കും 5250 mm ഒരു ലൈനാണ് ഞാനിവിടെ വരയ്ക്കാൻ പോണത്. അത് ജസ്റ്റ് ടൈപ്പ് എടുത്താൽ മതി, 5250. അതിനുശേഷം സെയിം ഒരു പാത്ത് ഇപ്പുറത്ത് കാണിച്ചു കൊടുക്കണം. അതായത് സ്റ്റെയറിൻ്റെ ബൗണ്ടറിയാണ് ഇത് രണ്ടും കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു മെഷർമെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെയൂടെ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാനൊരു 5000 കൊടുത്തു. അത് സ്റ്റെയറിൻ്റെ മൊത്തത്തിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 5000 mm ആണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വീണ്ടും വരച്ചു. സെയിം ഈ രണ്ടളവ് കറക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ ഒരു ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ്. അതായത് ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5250 ആണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റെപ്പിൻ്റെ എണ്ണം ഇൻറ്റു ത്രെഡ് സൈസ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത്, അതായത് ഇപ്പം സ്റ്റെയറിൻ്റെ പാത്ത് മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റിൽ ഒരു പാത്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് റൈസർ വരണം. റൈസർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൈസർ എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ബൗണ്ടറി മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി റൈസർ വരയ്ക്കണം. റൈസർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ എടുക്കണം. എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് റൈസർ എന്ന് പറയുന്ന ഇതാണ്. ഇനി എനിക്ക് 250 mm ഡിസ്റ്റൻസിൽ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പം വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിക്ക് ലൈൻ എടുക്കുക, ഓഫ്സെറ്റ് കൊടുക്കുക. ഓഫ്സെറ്റ് എത്രയാണ് കൊടുക്കാൻ പോകണം? 250. ഓക്കെ, 250 കൊടുത്ത ശേഷം ജസ്റ്റ് ഓഫ്സെറ്റ് ചെയ്ത് പോവുക. ഇവിടെ ഓഫ്സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് താഴെ നോക്കി അറിയാം സ്റ്റെപ്പിൻ്റെ എണ്ണം ഇങ്ങനെ കൗണ്ടായി വരുന്നുണ്ട്. ഇനി 8 സ്റ്റെപ്പും കൂടെ എനിക്ക് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇനി 6 റൈസറും കൂടെ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ കൗണ്ട് കുറഞ്ഞ് വരും. അവസാനം എത്തപ്പോഴേക്കും 22 റൈസർ ആയിട്ടുണ്ട്. ഇനിയൊന്നും വരയ്ക്കാനായിട്ടില്ല. ഓക്കെ, അതായത് ഇപ്പം സ്റ്റെയറിൻ്റെ ബൗണ്ടറി വരച്ചു, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന റൈസറും വരച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. ഇതിൻ്റെ സ്റ്റെയറിൻ്റെ പാത്ത് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് സ്റ്റെയർ പോവേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ സ്റ്റെയർ പാത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് ഇങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടത് എന്നുള്ളൊരു പാത്ത് ഇവിടെ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ ഒരു സ്റ്റെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഇനി 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കാണാം. ഇതാണ് ആ ഒരു സ്റ്റെയർ. ഓക്കെ, ഇതിന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും സ്റ്റെയർ. ഓക്കെ, കൃത്യമായിട്ട് തന്നെ ആ വരച്ച രീതിയിൽ തന്നെ ആ സ്റ്റെയർ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് റീലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. റീലിംഗ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കഴിഞ്ഞ വീഡിയോകളിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ റീലിംഗ് വരച്ചതിന് ശേഷം ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മാനുവലി ഒരു സ്റ്റെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെയർ ആണ്. ഇനി ഇതിൻ്റെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പല രീതിയിൽ ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. സ്റ്റെയർ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലെല്ലാം നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഷേപ്പിലാണ്, ഒരു കർവ് ഷേപ്പിലാണ് സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും വരയ്ക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഈ ഒരു സ്റ്റെയറിൻ്റെ ബൗണ്ടറി വരയ്ക്കുന്ന സമയത്ത് ആ കർവ് ഷേപ്പ് എടുത്തുകൊണ്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു കസ്റ്റം സ്റ്റെയർ ക്രിയേറ്റ് ചെയ്യുന്നത്.